ഫ്രാൻസിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ലോകകപ്പിലെ ആഫ്രിക്കൻ അധ്യായത്തിന് കൂടിയാണ് തിരശ്ശീല വീണിരിക്കുന്നത്. ഫ്രാൻസിനോട് മൊറോക്കോയും തോറ്റതോടെ ഈ ലോകകപ്പിലെ അത്ഭുതങ്ങൾ തീർത്ത കറുത്ത ഭൂഖണ്ഡത്തിന്റെ അവസാന പ്രതീക്ഷയും അവസാനിച്ചു. ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആഫ്രിക്കൻ ടീമുകൾ എഴുതി വെച്ചത് വെറും മത്സര വിജയങ്ങളല്ല, ആത്മാഭിമാനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഒരു പുതിയ അധ്യായമാണ്. ഒരു വിസിൽ മുഴക്കത്തിൽ അവസാനിക്കുന്നത് വെറുമൊരു ഫുട്ബോൾ മത്സരമല്ല, മറിച്ചൊരു ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ്. ഫ്രാൻസിന് മുന്നിൽ മൊറോക്കോയും വീണതോടെ ആഫ്രിക്കൻ വസന്തത്തിന്റെ അവസാന ഇതളും കൊഴിഞ്ഞിരിക്കുന്നു. കറുത്ത ഭൂഖണ്ഡത്തിന്റെ കളിമുറ്റത്തെ പോരാട്ടങ്ങൾക്ക് ഇവിടെ താൽക്കാലികമായി തിരശ്ശീല വീഴുകയാണ്. തുടക്കത്തിൽ നിർഭാഗ്യം വേട്ടയാടിയ ടുണീഷ്യ, പിന്നീട് അർജന്റീനയുടെ കരുത്തിനു മുന്നിൽ പൊരുതി വീണ കേപ്പ് വെർഡെയും ഘാനയും, അവസാന മിനിറ്റിലെ പിഴവിൽ വീണുപോയ കോങ്കോയും ഈജിപ്തും ഐവറി കോസ്റ്റും സെനഗലും ഒപ്പം പോരാട്ടവീര്യം കൊണ്ട് വിസ്മയിപ്പിച്ച അൾജീരിയയും സൗത്ത് ആഫ്രിക്കയും, ഒടുവിൽ ചരിത്രത്തിന്റെ നെറുകയിലേക്ക് പന്തുരുട്ടി കയറിയ മൊറോക്കോയും എല്ലാവരും കളം വിടുകയാണ്. എന്നാൽ ഈ ലോകകപ്പിന്റെ നോക്കൌട്ട് വേദികളിൽ നിന്ന് ഉയർന്നു കേട്ടത് കേവലം ചില ടീമുകളുടെ വിജയഗാഥകൾ മാത്രമായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത്. ഒരു കാലത്ത് യൂറോപ്യൻ അധിനിവേശത്തിന്റെ ക്രൂരമായ ചൂഷണങ്ങൾക്കും വംശീയതയുടെ കറുത്ത മുഖങ്ങൾക്കും ഇരയാകേണ്ടി വന്ന വലിയൊരു ജനതയുണ്ട്. അവരുടെ ചോരയും കണ്ണീരും വീണ മണ്ണിൽ നിന്നാണ് ഈ പ്രതിഭകൾ പന്തുമായി ഉയർന്നു വന്നത്. തങ്ങളെ അടക്കി ഭരിച്ച, തങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ച അതേ മുൻ കൊളോണിയൽ ശക്തികൾക്കെതിരെ ഇന്നവർ മൈതാനത്ത് നെഞ്ചു വിരിച്ചു നിന്നു, ഒട്ടും ഭയമില്ലാതെ തുല്യശക്തികളായി പോരാടി. ചരിത്രം കൊള്ളയടിച്ച സാമ്രാജ്യത്വത്തിന്റെ സിംഹാസനങ്ങൾക്ക് നേരെ ബൂട്ടുകെട്ടിയ കാൽപാദങ്ങൾ കൊണ്ട് അവർ പോരാട്ടത്തിന്റെ രാഷ്ട്രീയവും പറഞ്ഞു. ഇത് കേവലം ഒരു തോൽവിയല്ല, ഒരു ജനതയുടെ അഭിമാനത്തോടെയുള്ള പടിയിറക്കമാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.